വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കണം. അല്ല ഈ പണിക്ക് പോകരുത്. ഓർഡിനറിക്ക് മാത്രമൊന്നല്ലേ പറഞ്ഞേക്കുന്നത്, പിന്നെന്തിനാ പിടിക്കുന്നത്? എല്ലാ ബസ്സിലും സൗജന്യം തരട്ടെ സ്ത്രീകൾക്ക്. എന്തായാലും വോട്ട് നേടി ഭരണം കിട്ടിയതല്ലേ. ഈ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധിക്കുകയാണ്. UDF തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഭരണം കിട്ടിയതിന് ശേഷം അത് ഓർഡിനറി ബസ്സുകളിലാക്കി ചുരുക്കി. ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്, ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത്. എല്ലാ ബസ്സുകളിലും ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നുള്ളതാണ് മഹിളാ മോർച്ചയുടെ ആവശ്യം. ഞങ്ങൾക്കറിയേണ്ടത് ഈ ബസ്സിൽ സൗജന്യ യാത്രയുണ്ടോന്ന്. KSRTC എല്ലാം സൗജന്യ യാത്രയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ആ വാഗ്ദാനം നടപ്പാക്കിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് സൗജന്യ യാത്രയുണ്ടോ ഈ ബസ്സിൽ? ഇന്ന് എല്ലാ ബസ്സിലും സൗജന്യ യാത്ര. ഞങ്ങളിപ്പോൾ ഒരു 50 സ്ത്രീകൾ ഞങ്ങൾ ഈ ബസ്സിൽ കയറുകയാണ്. ഞങ്ങൾക്ക് സൗജന്യ യാത്രയുണ്ടോ? അത് ഞങ്ങൾക്ക് സ്ത്രീകളെ പറഞ്ഞ് പറ്റിക്കുന്നു. എന്താ? അല്ല ഇലക്ഷൻ സമയത്ത് എല്ലാ ബസ്സുകളിലും ഗവൺമെന്റ് ബസ്സുകളിലെല്ലാം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞാണ് ഇവർ വോട്ട് പിടിച്ചതും വോട്ട് നേടിയതും. പക്ഷെ അതിനുശേഷം ഭരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഓർഡിനറി ബസ്സിൽ മാത്രമായെന്നായി. അത് പറ്റില്ല. കണ്ടക്ടറോട് ചോദിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവരാണ് സർക്കാരിന്റെ ജീവനക്കാരാണ്. ചേട്ടൻ മണ്ടായിരിക്കും. ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചില്ല. യാത്രക്കാരെ ബുദ്ധിമുട്ടി പിടിച്ചോണ്ടല്ലേ സമരം ചെയ്യുന്നത്? 5 മിനിറ്റ് മുമ്പ് ഞങ്ങൾക്ക് നടപടിയുള്ള കേസല്ലേ? ഗവൺമെന്റ് പറഞ്ഞനുസരിച്ച് അല്ല ഗവൺമെന്റ് പറഞ്ഞനുസരിച്ച് ഞങ്ങളിവിടെ യാത്രയ്ക്ക് 50 സ്ത്രീകൾ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അപ്പൊ ഇലക്ഷൻ സമയം അങ്ങനെയല്ലോ പറഞ്ഞത്. ഇലക്ഷൻ സമയം അങ്ങനെയല്ലോ പറഞ്ഞത്. ഇവിടെ സൗജന്യ യാത്ര ഈ ബസ്സിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഇതിലെന്തിനാ നിൽക്കുന്നത്? ഓഫീസിൽ പോയി ചോദിക്കേ. നിങ്ങൾ ബസ്സാണ് ഇറങ്ങി ഞങ്ങൾക്ക് പോകേണ്ടത്. ഒരു ഭരണം കെട്ടിക്കഴിയുമ്പോ രീതി കൊള്ളില്ല. ആൾക്കാരെ എതിർക്കുന്നുണ്ടോ? അവർക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഭാഗത്തില്ല. പക്ഷെ ഒരു ഭരണം കെട്ടിക്കഴിഞ്ഞ് സ്ത്രീജനങ്ങളുടെ വോട്ട് നേടിക്കഴിഞ്ഞ് സ്ത്രീജനങ്ങളെ വഞ്ചിക്കുന്ന ഇടപാട് നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. എല്ലാ വോട്ടും നേടിക്കഴിഞ്ഞു. ഞങ്ങളൊക്കെ വേറെ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന സൗജന്യം. ആദ്യം പറഞ്ഞത് ഗവൺമെന്റ് ബസ്സുകളിലെല്ലാം ഫ്രീ സർവീസ് തരുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവര് ഓർഡിനറി ബസ്സുകളിൽ മാത്രം, അതും ഈ ടൗൺ എല്ലാ ഡിസ്ട്രിക്റ്റിലും ടൗണിൽ ഓടുന്ന 2-3 ഓർഡിനറി ബസ്സിൽ മാത്രം പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് 2-3 ബസ്സുകളിൽ മാത്രം. ഈ ബസ്സുകളിൽ ആരാണ് യാത്ര ചെയ്യുന്നത്? അപ്പം കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ അവർ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. പ്രത്യേകിച്ചും 10 വർഷത്തിന് ശേഷം ഭരണം കിട്ടിയ ഈ സർക്കാരിന് വാക്ക് നിറവേറ്റാൻ അദ്ദേഹം മുൻകൈ എടുക്കണമായിരുന്നു. ഇത്രയും വോട്ട് നേടി കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞ് വോട്ട് നേടി ജയിച്ചതിന് ശേഷം പറ്റിച്ച ഈ പണിക്കെതിരെയാണ് ഇന്നിവിടെ മഹിളാ മോർച്ച നമ്മൾ ഒരു ധർണ നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഇന്ന് വണ്ടി തടയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാ ബസ്സിലും സൗജന്യം തരട്ടെ സ്ത്രീകൾക്ക്. എന്തായാലും വോട്ട് നേടി ഭരണം കിട്ടിയതല്ലേ, അതും ഇത്രയധികം സീറ്റുകൾ വാങ്ങിച്ച് ഭരണം കിട്ടിയതല്ലേ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കാൻ, അതും ഭരണം കിട്ടിയതിന് ശേഷം ആദ്യത്തെ വാഗ്ദാനമാണിത്. ഭരണം കിട്ടിയതിന് ശേഷം നമ്മൾ നടപ്പിലാക്കുന്ന ആദ്യത്തെ വാഗ്ദാനമാണിത്. അപ്പൊ അവർക്ക് എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കും. നമ്മളിവിടെ വണ്ടി തടഞ്ഞിട്ടില്ല. നമ്മളിന്ന് ബസ്സിൽ കയറുകയാണ് ചെയ്തത്. മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ബസ്സിൽ കയറി നമ്മൾ കണ്ടക്ടറോടും ഡ്രൈവറോടും ചോദിക്കുന്നു, ഞങ്ങൾക്ക് യാത്ര ചെയ്യണം, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് തരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പലരും ഇന്ന് വണ്ടി തടഞ്ഞു എന്ന് പറയുന്നു. അത് പച്ചക്കള്ളമാണ്. നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അത് നമുക്ക് തന്നിട്ടുമില്ല. അതുപോലെ തന്നെ ഈ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ഇതൊരു സൂചന മാത്രമാണ് ഇന്നത്തെ സമരം. നമ്മൾ ഇനിയും മുമ്പോട്ട് ഇത് ഗവൺമെന്റ് നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് ഇനിയും കൂടുതൽ സമരത്തിലേക്ക് വരുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾ മുടങ്ങുന്നത് മാത്രം കൊടുക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഇന്ന് എത്ര ദിവസം കൊണ്ടത് പറയുന്നു? കാരണം ഇത് ഓർഡിനറിക്ക് മാത്രമൊന്നല്ലേ പറഞ്ഞേക്കുന്നത്, പിന്നെന്തിനാ ഫാസ്റ്റ് കയറി പിടിക്കുന്നത്?
സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ വണ്ടി കയറിയെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വണ്ടി തടഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നിറവേറ്റോ ഇല്ലയോ എന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. കേരളത്തിലെ എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യ യാത്രയാണ് മുഖ്യമന്ത്രി ഇലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയിരുന്നത്. അതൊന്നും നിറവേറ്റിയിട്ടില്ല. അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. ഇത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. സ്ത്രീകൾക്ക് ഇവിടുത്തെ ഷട്ടിൽ ബസ്സിലാണെങ്കിലും ഫ്രീ കിട്ടി. ഞങ്ങൾക്ക് ആര് തരുമെന്ന് ഇവിടെ പറയണം. അതിനോട് ഉത്തരവാദിത്വം പറയണ്ടേ? ഫാസ്റ്റ് പാസഞ്ചർ അടക്കമുള്ള മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണമെന്നുള്ളതാണ് മഹിളാ മോർച്ച പ്രവർത്തകരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നടത്തിയത്. ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് മഹിളാ മോർച്ച പറയുന്നത്. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ ആരോമിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.